നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുഭാഷിതൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ്. വചനം ഇപ്രകാരമാണ്: മകനെ, എൻ്റെ വാക്കുകൾ കേൾക്കുകയും എൻ്റെ നിയമം കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. നീ ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും അറിവിൻ്റെ നേരെ നിൻ്റെ ഹൃദയം ചായിക്കുകയും ചെയ്യുക. പൊരുളറിയാൻ വേണ്ടി കേണപേക്ഷിക്കുക, അറിവിനു വേണ്ടി വിളിച്ചപേക്ഷിക്കുക. നീ അതിനെ വെള്ളി എന്ന പോലെയും തേടുകയും നിഗൂഢനിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യുക. അപ്പോൾ നീ ദൈവഭക്തി എന്തെന്ന് ഗ്രഹിക്കുകയും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയും ചെയ്യും. എന്തെന്നാൽ കർത്താവ് ജ്ഞാനം നൽകുന്നു, അവിടുത്തെ വചനത്തിൽ നിന്ന് അറിവും വിവേകവും പുറപ്പെടുന്നു. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, സ്വർഗീയ പിതാവിൻ്റെ വചനത്തെക്കുറിച്ച് നമുക്ക് ആരാധിക്കുകയും സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും സൂക്ഷ്മമായി അന്വേഷിക്കുകയും കണ്ടെത്തുകയൊക്കെ ചെയ്യാം. ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ കേണപേക്ഷിക്കണം, അറിവിന് വേണ്ടി വിളിച്ചപേക്ഷിക്കണം. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വമായ സമ്പന്നരായി മാറണം. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ മഹത്വമായ സമ്പന്നത നമുക്ക് നൽകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും കരുണയും വിശ്വസ്തതയും സൗമ്യതയും വിശ്വാസമെന്ന പുണ്യവും ദൈവഭക്തിയും ഇതെല്ലാമാണ് ദൈവത്തിൻ്റെ സമ്പന്നത. ഈ സമ്പന്നതയ്ക്ക് വേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കേണ്ടത്. നിഗൂഢനിധി എന്ന പോലെ അന്വേഷിക്കുകയും അപ്പോൾ ദൈവഭക്തി എന്തെന്ന് നമ്മൾ ഗ്രഹിക്കുകയൊക്കെ ചെയ്യും. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുകയൊക്കെ ചെയ്യും. നമുക്ക് അതിനായി ദാഹിക്കാം. ഈ വചനം എല്ലാവരും വായിക്കുകയും ഇതേക്കുറിച്ച് ധ്യാനിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതേക്കുറിച്ച് നമ്മൾ വിമർശിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ പറയാനും ഒക്കെ ഒരുപാട് സമയം എടുക്കേണ്ടി വരും. ഇന്ന് നമുക്ക് ഒരു വാക്കിലോ 2 വാക്കിലോ ഇതിൻ്റെ പൊരുൾ വിവരിച്ച് തരുവാൻ സാധിക്കുന്നില്ല. സമയക്കുറവ് മൂലം നമ്മളിപ്പം ഈ വചനം നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഹല്ലേലൂയ! നമ്മൾ അറിവിന് വേണ്ടി എപ്പോഴും വിളിച്ചപേക്ഷിക്കണം. അതിനെ വെള്ളി എന്ന പോലെ തേടണം, നിഗൂഢനിധി എന്ന പോലെ അന്വേഷിക്കുകയും ചെയ്യണം. അപ്പോഴാണ് ദൈവഭക്തി എന്തെന്ന് നമ്മൾ ഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ! ഹല്ലേലൂയ! ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നേടുമ്പോൾ നമുക്ക് ഈ ലോകത്തിൽ വേണ്ടത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്, ദൈവത്തിൻ്റെ കരുണയാണ്. അത് നമ്മളിൽ വന്ന് നിറയുമ്പോൾ നമുക്ക് മറ്റൊന്നിനെക്കുറിച്ച് നമ്മൾ ആകുലപ്പെടേണ്ട, എല്ലാം ദൈവം തന്നുള്ളൂ. ഹല്ലേലൂയ! ഹല്ലേലൂയ! ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോട് നിന്നാൽ തക്ക സമയത്ത് ദൈവം നമുക്ക് വേണ്ടതൊക്കെയും തരും. ഹല്ലേലൂയ! സർവശക്തനും നീതിമാനുമായ കർത്താവ് നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ എല്ലാം സഹായിക്കണേ, അനുഗ്രഹിക്കണമേ. വിശേഷാൽ ക്യാൻസർ രോഗികളായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിതാവെ, ആശുപത്രികളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏതെല്ലാം രോഗത്താലും ഭാരപ്പെടുന്ന എല്ലാ രോഗികളായിരിക്കുന്ന മക്കളെയും ആശുപത്രികളിലും വീടുകളിലുമൊക്കെ ആയിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പിതാവെ, സ്വന്തമായി ഭൂമിയും ഭവനവും ഇല്ലാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജോലിയില്ലാത്ത മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് അധ്വാനിച്ചിട്ട് അധ്വാനത്തിൻ്റെ ഫലം കിട്ടാതിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ പരിശുദ്ധമായ കരത്തിൽ തന്നുകൊണ്ട് കർത്താവെ, എല്ലാ മക്കളെയും ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ട എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടൊപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ എല്ലാം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.